അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ ധാർമ്മികതയെ നൂർബിന റഷീദ് ചോദ്യം ചെയ്യുകയാണ്. ഒരു പരിപാടിയിൽ നൂർബിന റഷീദും അതുപോലെ മറ്റു സഹോദരിമാരും വന്ന് മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്തോ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നൂർബിന റഷീദ് ഞങ്ങളും ക്ഷണിക്കപ്പെട്ട് വന്നത് തന്നെയാണ്, ഞങ്ങളൊരു തുഫൈലിയായി വന്നതല്ല, അഥവാ ക്ഷണിക്കാതെ വലിഞ്ഞു കയറി വന്നതല്ല എന്ന് നൂർബിന റഷീദ് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനോട് പറയാം. ഇത് പറയാനുള്ള കാരണം എന്താണ്? അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഒരു മതപ്രഭാഷകനാണ്. സമസ്തയുടെ മുൻ കാലഘട്ടങ്ങളിൽ സമസ്തയ്ക്ക് വേണ്ടിക്കൊണ്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴല്ലേ നളന്തായത്? നളന്ത സമസ്ത ഇപ്പോഴല്ലേ ആയത്? അതിൻ്റെ മുമ്പ് സമസ്തയ്ക്ക് വേണ്ടിക്കൊണ്ട് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ പ്രസംഗം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവിടെ സംഘടനക്കാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ പ്രസംഗം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ കസാല മാത്രമായി മാറി. അതൊക്കെ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ കാട്ടിക്കൂട്ടൽ കൊണ്ട് തന്നെയാണ്. ആ നളന്തയിൽ പോയി കണ്ട് കൂടി സമസ്തൻ്റെ ഒപ്പം നിന്നാൽ മതിയായിരുന്നു. മൂപ്പരെന്ത് ചെയ്തു? സമസ്തനെ കുറ്റപ്പെടുത്തുന്ന ആ ടീമിൻ്റെ ഒപ്പം കൂടി. അതുകൊണ്ട് പറ്റിയൊരു കേടാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഏതായാലും നൂർബിന റഷീദ് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ വെല്ലുവിളിക്കുന്നുണ്ട്. എൻ്റെ നിങ്ങളെ ധാർമ്മികത എവിടെ പോയി എന്ന് ചോദിച്ചിട്ട്. മെമ്പർ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, ഞാൻ വനിതാ കമ്മീഷൻ മെമ്പറും കുൽസു ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണുമായിരിക്കുമ്പോഴാണ് നമ്മുടെ സദസ്സിൽ ഔദ്യോഗികമായി ക്ഷണിച്ചു വന്ന ഒരു വേദിയിൽ വെച്ച് ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മൈക്ക് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താം, ഞങ്ങളും ക്ഷണിച്ച് വന്നവരാ, വലിഞ്ഞു കയറി വന്നവരല്ല. പക്ഷേ കുൽസു ടീച്ചർ അന്ന് തന്നെ ഇറങ്ങിപ്പോയി, അപ്പം തന്നെ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങിപ്പോയില്ല. ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വനിതകളെ മുസ്ലിം ലീഗിൻ്റെ വനിതാ പ്രതിനിധികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എവിടെ പോയി നിങ്ങളുടെ ആദർശം? അബ്ദുസ്സമദ് പൂക്കോട്ടൂർ കണ്ടങ്ങളിൽ നൂർബിന റഷീദ് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ വിളിച്ചിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? അത് ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് അങ്ങനെയും പറയും, മറ്റൊരു സ്ഥലങ്ങളിൽ ചെന്നിട്ട് വേറെ കോലത്തിലും പറയും. ആ ഒരൊറ്റ കാരണത്താലാണ്. ഇപ്പം നിങ്ങളുടെ ധാർമ്മികത എവിടെ പോയി? ഈ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുമ്പോൾ നിങ്ങൾക്ക് ധാർമ്മികത അല്ലേ എന്ന് നൂർബിന റഷീദ് ആരോട് ചോദിക്കേണ്ടി വന്നു? അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനോട് ചോദിക്കേണ്ടി വന്നു. എന്നാൽ വേറൊരു പെണ്ണിന്ന് കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാവായ വേറൊരു പെണ്ണ് കാസർഗോഡ് ബമ്പം പ്രസംഗം, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ ആയത്തോതിയിട്ടാ 37 പറയുന്നത്. നിങ്ങളിൽ ഏപ്പിക്കാരുണ്ടാവും, ഈക്കക്കാരുണ്ടാവും, മുജാഹിദ് ഉണ്ടാവും, ജമാഅത്ത് ഉണ്ടാവും, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണേ. പൊന്നാര പെണ്ണെ, ഈ വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് എവിടേക്കറിയോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്കാണ്. അതിൽ ഈ പുത്തനാശയക്കാരായ വഹാബി മുജാഹിദ് ഈ കൂട്ടരെ ആട്ടി ഓടിക്കണം. അവരെ ഈ ഹബിൽ, അവരടുത്ത് ഈ ഹബിലില്ല, മനസ്സിലായോ? അവർ ഈ ഹബിലില്ല, ഈ ഹബിലും അവർ പിടിച്ചിട്ടില്ല. അത്രേ പിന്നെ അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് വിശദീകരണം നമുക്ക് പിന്നീടാക്കാം. കാരണം ഇലക്ഷൻ്റെ ടൈം ആകുമ്പോൾ അത് വേറെ ബുദ്ധിമുട്ടിലേക്ക് മാറും എന്ന് മനസ്സിലാക്കിയിട്ട് അതങ്ങനെ കേട്ടപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM-കാർക്കും എണീറ്റ് നിന്ന് കാണ്ട് അങ്ങനെ പ്രസംഗിക്കാലോ.
അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് എടുത്തിട്ട് പറയാം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് എടുത്തിട്ട് കണ്ട് സംസാരിക്കാൻ അവർക്കും സംസാരിക്കാം. അള്ളാഹു തആല നമ്മളെ ശരീരത്തിലേക്കല്ല നോക്കുന്നത്, അള്ളാഹു നമ്മളുടെ ജസദിലേക്കല്ല നോക്കുന്നത്, അള്ളാഹു നമ്മുടെ ചുറ്റുഭാഗത്തിലേക്കല്ല നോക്കുന്നത്. ബൽ യൻദുറു ഇലാ ഖുലൂബിക്കും, നിന്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അല്ലേ? അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ കളർ ഇപ്പം എന്താണ്? അതൊരു മാംസപ്പിണ്ടാണല്ലോ. അതെന്താണ് ആ മാംസപ്പിണ്ട? ഏതാ കളറ്? ചുവപ്പാണ്. അല്ലേ? അപ്പം ആ ചുവപ്പാണ്. അപ്പം ആ ചുവപ്പുമൊക്കെയാണ് ആര് നോക്കണത്? അള്ളാഹ് നോക്കണത്. അങ്ങനെയൊക്കെ അവർക്കും വേണമെങ്കിൽ സംസാരിക്കാമല്ലോ, CPM വേണമെങ്കിൽ സംസാരിക്കാമല്ലോ. അപ്പം അള്ളാഹ് നോക്കണത് ചുവപ്പിലേക്കാണ്. അപ്പം അള്ളാഹ് നോക്കണത് CPM അപ്പം എല്ലാവരും CPM നല്ലത് എന്നൊക്കെ ഓൽക്കും വേണമെങ്കിൽ പ്രസംഗിക്കാം. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ മാതിരിയൊക്കെ ഓൽക്കും വേണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യാം. ഐറ്റങ്ങളിന് അങ്ങനത്തെ പ്രസംഗമായിട്ടൊന്നും നടക്കണില്ല. ഓലേതായ രാഷ്ട്രീയ പ്രചരണം നടക്കുക എന്നല്ലാതെ ഇവർ കുറച്ച് ഹദീസും ആയത്തുമായിട്ടും നടക്കുക. എന്നിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ദുർവ്യാഖ്യാനം ചെയ്ത് ഓതി കൊണ്ടും പറഞ്ഞുകൊണ്ടും നടക്കുക. ഇതേമാതിരി കഴിവുള്ള ആളുകൾ വലിയിലുണ്ട്, നല്ലോണം പറയാൻ വയ്ക്കണവരുണ്ട്. പക്ഷെ അത് ആയത്തുമീ ഹദീസുമീ തൊടുമ്പോൾ അവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് പിന്നെ ലീഗിന് പിന്നെ ആ പേടിയും ബേജാറൊന്നും ഇല്ലല്ലോ. അത് അങ്ങനെ പിന്നെ ഹദീസിലും ആയത്തിലും തങ്കന്മാരിലും മൂല്യന്മാരിലും അങ്ങനത്തെ ജാതി ബേജാറും പേടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ അത് ഇട്ടതിൻ്റെ പേരിൽ തന്നെ ഇഞ്ഞെന്തെല്ലാം പറഞ്ഞിപ്പോൾ ഇതിൻ്റെ അടിയിൽ അറിയാം. നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലേ. ഏതായാലും രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ട് ഖുർആനായത്തും ഖുർആൻ ഹദീസും ആയത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസും ഓതികാണ്ട് പ്രചരിപ്പിക്കുക എന്നുള്ളതൊരു ശരിയായ ഭാഗമല്ല.